നോക്കിക്കോളൂ. ജഗതഃ കല്യാണായ മഹാപുരുഷാः ആഗച്ഛന്തി. ജഗതഃ കല്യാണായ മഹാപുരുഷാः ആഗച്ഛന്തി. ഇവിടെ അസ്മിൻ വാക്യേ ക്രിയാപദം കിം? ക്രിയ ഏതാണ്? ആഗച്ഛന്തി. ആഗച്ഛന്തി എന്ന് പറയുമ്പോഴത്തേക്ക് ആ പ്ലസ് ഗമു ധാതുവാണ്. ആ എന്ന് പറയുമ്പോൾ ഇവിടെ ഉപസർഗമാണ്. നിങ്ങൾ ഉപസർഗം പഠിച്ചിട്ടുണ്ട്. ഈ ഗമ ധാതുവിന്റെ മുമ്പിൽ ഒരു ഉപസർഗം ചേർത്തു. ഉപസർഗം എന്ന് പ്രിഫിക്സ് എന്ന് പറയില്ലേ. അപ്പൊ ആ ഗമ, അതിന്റെ ആ ഗമ ധാതുവോ പരസ്മേപതിയാണ്, ലട്ടുമാണ്. ഇതിന്റെ ചേർക്കാതെ ആണെങ്കിലോ ഗമധാതുവിന്റെ ഗച്ഛതി, ഗച്ഛതഃ, ഗച്ഛന്തിയാണ് വരുന്നത്. പക്ഷെ ഇത് വരുമ്പോൾ എന്ത് ചെയ്യണം? ആഗച്ഛതി, ആഗച്ഛതഃ, ആഗച്ഛന്തി എന്ന് വരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? ഗച്ഛതി എന്ന് പറഞ്ഞാൽ പോകുക എന്നുള്ളത്, പോകുന്നു എന്നുള്ളത്. ആഗച്ഛതി എന്ന് വരിക. അപ്പൊ ആഗച്ഛന്തി വരുന്നു. ആരാ? കെ ആഗച്ഛന്തി. ആര് വരുന്നു? മഹാപുരുഷാഹ. മഹാപുരുഷാഹ. മഹാപുരുഷ എന്ന് പറഞ്ഞാൽ മഹാൻ